ഹായ് സുഹൃത്തുക്കളെ, സോൽനാഥ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ട് നിർമ്മാണമാണ്. ബോട്ട് നിർമ്മാണവും ആണല്ലോ നമ്മളെ ബോട്ടും വെള്ളമൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ വീഡിയോകൾ. അപ്പോൾ അങ്ങനെ ഒരു ബോട്ട് നിർമ്മാണമാണ്. 4 മാസം അടുപ്പിച്ചെടുക്കും ഈ ബോട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ തീർന്നെടുക്കാൻ. ആ ബോട്ട് നിർമ്മാണത്തിനുള്ള വീഡിയോ ഇട്ട് പോവുക. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച പോലെ നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ബോട്ട് നിർമ്മാണം. ബോട്ട് നിർമ്മാണത്തിൻ്റെ തുടക്കമാണ് ഇത്. നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കും ഞങ്ങളെ കടപ്പക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇതെന്തുവാന്ന് സംഭവം കറക്റ്റായിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് ഏരാവെന്ന് പറയും. ഏരാവെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ വീട് പണി തുടങ്ങുമ്പോഴത്തേ ഈ ഫൗണ്ടേഷൻ കെട്ടുന്നത് എങ്ങനെ അതുപോലെയാണ് ബോട്ടും വള്ളത്തിനും ഏരാവ്. ഏരാവിനാണ് തുടക്കം. അവിടെ നിന്നാണ് മേളിലോട്ട് ബാക്കിയുള്ള എല്ലാ കമ്പികളും വെൽഡ് ചെയ്തും പിടിപ്പിച്ചും കൊണ്ടുപോയി ഒരു പൂർണ്ണ ബോട്ടിൻ്റെ രൂപത്തിലാക്കണമെങ്കിൽ അതിൻ്റെ അടിക്കല്ല് എന്ന് പറയുമ്പോൾ അടിത്തറ എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ് ഏരാവ്. ഏരാവ് ആദ്യം ഉറപ്പിക്കും. അതൊരു ചടങ്ങാണ്, ഒരു പൂജയൊക്കെ ചെയ്ത്. അത് വിശ്വാസമുള്ളവരുടെ രീതി, വിശ്വാസമുള്ളവർ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കൂടുതലും. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ അതൊരു കർമ്മവും പൂജയുമൊക്കെ ചെയ്തിട്ട് ഏരാവ് സ്ഥാപിക്കും. ഏരാവ് സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും എപ്പോട്ട് ബോട്ടിൻ്റെ നിർമ്മാണം തുടങ്ങും. ഇത് കണ്ടില്ലേ, ആൾക്കാർ മാറി മാറി ഒരേ സ്പോട്ട് ബിൽഡ് ചെയ്യുന്നത്. അത് എല്ലാവരും, മുതിർന്ന ആൾക്കാരും ആ ബോട്ടിൻ്റെ ഉടമകളും എല്ലാവരും കൂടെ കൂടിച്ചേർന്നത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആംഗ്ലിയറൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങി. ആംഗ്ലിയർ മട്ടമടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ബോട്ടിൻ്റെ ആംഗ്ലിയറും എല്ലാം ബോട്ടിൻ്റെ ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്ക് തന്നെ പന്തലിടും. എന്ന് പറയുമ്പോൾ ഇത് നനയാതെ അവർക്ക് നിന്ന് പണിയെടുക്കാൻ വേണ്ടി. അതാണ് അവരാ കുഴിച്ചിട്ടുന്ന കമ്പുകൾ. ഇതൊക്കെ ആംഗ്ലിയറൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു ഏകദേശം ബോട്ടിൻ്റെ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഷീറ്റുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ പട്ടയും ഷീറ്റും കാര്യങ്ങളെല്ലാം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ബോട്ടിൻ്റെ ഒരു ഷേപ്പൊക്കെ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. ഒരേ ഷീറ്റുകൾ വെച്ച് വെച്ച് വരുമ്പോഴത്തേക്ക് ആ ബോട്ടിൻ്റെ ഷേപ്പാവും. ഇനിയും അതിൻ്റെ മേളിൽ 2 ഷീറ്റും കൂടെ വെക്കാനുണ്ട്. ഈ താഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വന്നിട്ടില്ല, അവർക്ക് പണിയെടുക്കാനും അതിനുള്ള സൗകര്യത്തിനൊക്കെയാണ്. ഒരു ഹോളിട്ടിരിക്കുന്ന വഴി കൂടെ കയറിയാണ്. അത് ഇഞ്ചൻ കള്ളിലോട്ട് കയറുന്ന വഴി. അവിടെയാണ് ഇഞ്ചൻ സ്ഥാപിക്കേണ്ടത്. ഇതാണ് ഇഞ്ചൻ കള്ളി. ഇവിടെയാണ് ഇഞ്ചൻ സ്ഥാപിക്കേണ്ട ഒരു സ്ഥലം. മറ്റുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളും ഓരോരോ പണികളിങ്ങനെ തീർന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് 4 മാസത്തോളം എടുക്കും ഈ ഒരു ബോട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ. അപ്പോൾ അതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഈ 4 മാസത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മേളത്തെ തട്ടിൻ്റെ ആംഗ്ലിയർ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ബോട്ടിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. പറയുമ്പോഴത്തേക്ക് ബോട്ടിൻ്റെ ബോഡി രൂപം ഏകദേശമായി കഴിഞ്ഞു. നമ്മുടെ ഈ ബോട്ട് നിർമ്മിക്കുന്ന കൊല്ലം ജില്ലയിൽ കരാപ്പള്ളി താലൂക്കിൽ അലപ്പട് പഞ്ചായത്തിൽ കുഴിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊച്ചേത്തെ ജാടാണത്. അവിടെ ഒരു ബോട്ട് മാത്രമല്ല, ഒരുപാട് ബോട്ട് നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഏകദേശം പൂർത്തിയായി എന്നുള്ള തടിപ്പണി സ്റ്റാർട്ട് ചെയ്തൊരു ബോട്ടിൻ്റെ മേളിൽ നിന്നെടുത്ത വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. പുതിയ ബോട്ട് മാത്രമല്ല, ബോട്ട് റിപ്പയറിങ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബോട്ടിലേക്ക് ഇഞ്ചൻ കയറ്റാൻ പോവുക. ഇഞ്ചൻ കയറ്റുന്ന ക്രെയിം വഴി പൊക്കി കയറ്റാനേ പറ്റുള്ളൂ. ഇഞ്ചൻ കയറ്റുന്ന ഒരു കൊച്ചു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. അങ്ങനെ ഇഞ്ചൻ കൊണ്ടുവന്ന് ഇഞ്ചൻ മേളോട്ട് എടുക്കുകയാണ്. ക്രെയിം വെച്ച് തന്നെ മേലോട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഏകദേശം ബോട്ടിൻ്റെ രൂപമായി തടിപ്പണി തുടങ്ങിയതിന് ശേഷം മാത്രമേ ഇഞ്ചിനകത്തോട്ട് വെക്കത്തുള്ളൂ. വീലോസൊക്കെ പണിതതിന് ശേഷം അതിന് ഇഞ്ചൻ കയറ്റാൻ വേണ്ടി ഒരു കള്ളിയുണ്ട്, അതിൽ കൂടെ അകത്തോട്ട് കയറ്റുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചൻ കള്ളി. ആ ഇഞ്ചൻ കള്ളി ഇഞ്ചൻ ഉറപ്പിച്ചതാണ്. ബോട്ടിലെ കൊമ്പും കാര്യങ്ങളൊക്കെ ഏകദേശം പണി കഴിഞ്ഞ് ഇനി പെയിൻറ്റ് പണിയും കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. പെയിൻറ്റ് പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈബറിൻ്റെ പണി നടക്കുന്നുണ്ട്, പെയിൻറ്റ് പണി നടക്കുന്നുണ്ട്. ഇത് കള്ളിയാണ്. വലയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം, വലക്കള്ളി എന്നൊക്കെ. ഇതാണ് മീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം, സ്റ്റോറേജാണത്. ഇത് വിലോസിൻ്റെ പണിയൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ് വർക്കും പിന്നെ അല്ലാതെ ഫൈബറിൻ്റെ എന്തെങ്കിലും പണിയുണ്ട്, അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഏകദേശം ബോട്ടിൻ്റെ എല്ലാ പണികളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ നേരത്തെ ഇഞ്ചൻ കയറ്റി എന്ന് പറഞ്ഞില്ലേ, ആ ഇഞ്ചൻ്റെ അകത്തിരിക്കണം. അപ്പോൾ ഇഞ്ചൻ്റെ അലൈൻമെൻറ്റും മറ്റുള്ള മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അതെല്ലാം അവിടെ ഒരാൾ നിന്ന് ചെയ്യുന്നുണ്ട്, നമുക്കത് കാണാം. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിലെ പണികളൊക്കെ നടന്നുണ്ട്. ലാസ്റ്റ് ഫിനിഷിങ് വർക്കുകളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വീഞ്ച് ഫിറ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഇത് നമ്മുടെ വീലോസാണ്. ബോട്ട് ഓടിക്കാനുള്ള സൗകര്യം, അതുപോലെ ഇവർക്ക് കിടക്കാനും ഇരിക്കാനും എല്ലാം ഉള്ള സൗകര്യമുള്ള വീലോസാണിത്.
വീലോസിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് ഇത് കിച്ചൺ റൂമാണ്. അതിൻ്റെയും പിന്നെ പെയിൻറ്റ് പണിയും ഫൈബറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാത്റൂമാണ്. ഇപ്പം നിർബന്ധമായി എല്ലാ ബോട്ടിലും ബാത്റൂം വേണം. അത് ലൈസൻസിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് മീൻ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ സ്റ്റോറേജാണ്. ഇതിനകത്ത് ഐസ് കൊണ്ടുപോയിട്ട് അതിലാണ് ഐസ് ചെയ്ത് മീൻ സ്റ്റോർ ചെയ്ത് തിരിച്ച് കൊണ്ടുവരുന്നത്. ഇത് വലിയ സ്റ്റോറാണ്. എന്ന് പറഞ്ഞാൽ 3 ചേമ്പറായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. പണ്ടത്തിനേക്കാളൊക്കെ വലിയ സ്റ്റോറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മീൻ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറാണ്. ഇതിനകത്ത് ഐസ് ലോഡ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് ബോട്ട് പണിയെടുക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്ന മീൻ പലയെടുത്ത് പണിയെടുത്ത് കഴിഞ്ഞ് കിട്ടുന്ന മീൻ അപ്പം തന്നെ ഇറക്കി സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ബോട്ടിന് 5 ലീഫുള്ള പങ്കയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി പ്രൈമർ അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്യുക, ബോട്ട് വെള്ളത്തിലോട്ട് ഇറക്കുക. ബോട്ടിൻ്റെ പൂർണ്ണ രൂപമായി കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് വെള്ളത്തിൽ ഇറക്കാം. എല്ലാ പണിയും കഴിഞ്ഞ് ആളെ പുട്ടപ്പനാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വെങ്കടേശ, എസ് വെങ്കടേശ ബോട്ടിൻ്റെ പേര്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാളെ വെള്ളത്തിലിറക്കാൻ വേണ്ടി മാലയും ഇട്ട് കരിക്കൊക്കെ ഇട്ട് അങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. 11 മണിക്കാണ് ബോട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത്. ആ ടൈം ആകുമ്പോഴത്തേക്ക് ബോട്ട് വെള്ളത്തിൽ ഇറക്കും. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ പരിപാടി. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ മെക്കാനിക്ക് സൈഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇറക്കത്തുള്ളൂ. കരിക്കും പഴക്കൊലയും പൂവും എല്ലാം വെച്ച് അലങ്കരിച്ച് ആളെ ഒരു സുന്ദരൻ കുട്ടനാക്കി വെച്ചിരിക്കുക. ഇഞ്ചക്കളി ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് അവസാനത്തെ ഭാഗങ്ങളൊക്കെ മെക്കാനിക്കും അതിൻ്റെ ബോട്ടിൻ്റെ ഡ്രൈവറൊക്കെ ഉണ്ട്, അവരൊക്കെ നോക്കുന്നത്. അതുപോലെ ബോട്ടിൻ്റെ അകത്ത് ശാന്തി വന്ന് തീർത്ഥമൊക്കെ തളിച്ച് അങ്ങനെ എല്ലാ രീതിയിലും ആ വിശ്വാസപൂർണ്ണമായിട്ട് തന്നെ ഇറക്കാൻ തയ്യാറായി കഴിഞ്ഞു. വീലോസും കാര്യങ്ങളും എല്ലാ പരിപാടിയും കഴിഞ്ഞ് പെയിൻറ്റിങ് കംപ്ലീറ്റ് കാര്യം കഴിഞ്ഞിരിക്കുന്നു. ഒരു പൂജ നടത്തിയ പൂജയും കാര്യങ്ങളുള്ള വീഡിയോ ആണ് കാണുന്നത്. അത് നമ്മൾ പൂജ കഴിഞ്ഞതിന് ശേഷം എടുത്തെന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അടുക്കള ഇതാണ്. അടുക്കളയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞ് ഏതാണ്ട് ബോട്ട് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ബോട്ട് വെള്ളത്തിൽ ഇറക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ബോട്ട് വെള്ളത്തിൽ ഇറക്കുന്ന ബോട്ട് നനയാന്ന് പറയും. ഈ നനയെന്ന് പറയുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മുതലാളിയൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ബോട്ട് ഇറക്കുക. ബോട്ട് ഇറക്കി വിട്ടിട്ട് ഭക്ഷണം കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് പെരവാസത്തിൽ നടത്തുന്ന പോലെ തന്നെയാണ്. അത് നല്ല ചിലവാണ്. കക്ഷിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് ബോട്ട് ഇറങ്ങാൻ സമയമായി ബോട്ട് ഇറക്കി വിടുക. ആ ബോട്ട് ഇറക്കി വിട്ടു. നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ചെറിയ ഷേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ബോട്ടിൻ്റെ കൂടെ ഓടിയത് നമ്മുടെ ക്യാമറയുടെ സെറ്റിങ്സിൽ പറ്റിയൊരു കുഴപ്പമാണ്. പിടിച്ചുകൊണ്ട് നിന്നല്ലേ പറ്റിയൊരു കുഴപ്പമാണ്. അതെല്ലാവരും ഒന്ന് ഉൾക്കൊള്ളുക. അങ്ങനെ ബോട്ട് ഇറങ്ങിപ്പോയി. ബോട്ട് റോപ്പ് എടുത്ത് വെച്ച് കെട്ടാൻ നോക്കും. പക്ഷെ അതും വലിച്ചുകൊണ്ട് ബോട്ട് പോകും. ബോട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞ് അങ്ങനെ മുമ്പോട്ട് ഓടിച്ച് ബോട്ട് സൈഡിലോട്ട് മാറ്റി കെട്ടും. കെട്ടിക്കഴിഞ്ഞിട്ട് ഈ ബോട്ടിൻ്റെ അകത്ത് ആദ്യം ട്രയൽ യാത്ര നടത്തും. ആ ട്രയൽ യാത്ര നടത്തുന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ളവർ ഈ ബോട്ടിൽ കയറി യാത്ര താല്പര്യമുള്ള എല്ലാവർക്കും ബോട്ടിൽ കയറാം. അത് കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും ആർക്ക് വേണമെങ്കിലും കയറാം. അങ്ങനെ കുറച്ച് ആൾക്കാർ കയറും. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ബോട്ട് സൈഡിലോട്ട് മാറ്റി കെട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് കയറേണ്ടവർക്ക് കയറുകയും ചെയ്യാം. അങ്ങനെ ഉള്ള പരിപാടിയാണ്. ബോട്ടൊന്ന് ഓടിച്ച് നോക്കും. ഓടിച്ച് നോക്കുമ്പോൾ ഈ ബോട്ട് പണിത് വരും. മെക്കാനിക്കും അതുപോലെ എല്ലാവരും കാണും. ബോട്ടിലെ തൊഴിലാളികൾ എല്ലാവരും ഈ ബോട്ടിനകത്ത് കാണും. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഭാഗപ്പഴമോ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പണിക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഇഞ്ചിൻ്റെ അവിടെ അതൊക്കെ നോക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആളവിടെ നിൽക്കുന്നുണ്ടോ, അയാളവിടെ നിന്ന് അതിലത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഈ ചൂടും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇഞ്ചിനകത്ത് വെള്ളം വരുന്നുണ്ടോ ഇതെല്ലാം നോക്കണം. ഇപ്പോൾ ഇതിനകത്ത് കുറഞ്ഞ ആൾക്കാർ വന്നിട്ടുണ്ട്. വെയിൽ കാരണം എല്ലാവരും വീലോസിൻ്റെ അകത്ത് തന്നെ കയറി നിൽക്കുകയാണ്. വെയിൽ കഠിനമായ വെയിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വീലോസിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നത്. പെൺപിള്ളേരും കുട്ടികളും എല്ലാവരും ഉണ്ട്. നമ്മൾ ഈ ബോട്ട് നനയ്ക്കുന്ന സമയത്ത് അവിടെ വരുന്ന ആർക്ക് വേണമെങ്കിൽ ട്രയൽ യാത്രയ്ക്കകത്ത് ഈ ബോട്ടിൽ കയറി പോകാൻ പറ്റും. പോയി ചില സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ ബോട്ട് കടലിൽ കൊണ്ടുപോകത്തില്ല. അത് ഒരു തീരുമാനം. നേരം നോക്കിയിട്ടൊക്കെയാണ് കായലിൽ നനയ്ക്കുന്നതും കടലിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ബോട്ട് കടലിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കത് കാണാം. ബോട്ട് നനച്ച ദിവസം തന്നെ കടലിലോട്ട് ബോട്ട് കയറ്റുന്നുണ്ട്. ഈ യാത്രയ്ക്കകത്ത് വേറെ പ്രത്യേകത ഉണ്ട്. ഈ കടലിൽ പോകാത്തവരും ബോട്ടിൽ കയറാത്തവരും ആയിട്ടുള്ള കുട്ടികളും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അതവരുടെ ഒരു രീതി കാണുമ്പോൾ അറിയാം.
നമ്മുടെ ഈ ബോട്ട് നിർമ്മിച്ച മനോജ് മേശ്ശേരിയും ബാക്കിയുള്ള മനോജ് മേശ്ശേരിയുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളാണ്. നമുക്ക് അപ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം, ഈ ബോട്ട് നിർമ്മിച്ച എത്ര ദിവസമായി? മനോജാ, ഈ ബോട്ട് നിർമ്മിച്ചെടുക്കാൻ എത്ര ദിവസം എടുത്തിട്ടുണ്ട്? ഇതിപ്പോ നമുക്ക് പറയാനായിട്ട് 4 മാസത്തിൽ മേളിലായിട്ടുണ്ട്. ഇവിടെ 4 മാസം നമുക്ക് വർക്ക് കൂടുതലായതിന്റെ പേരിലാണ് നമുക്ക് ഇത്രയും മാസം എടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 3 മാസം കൊണ്ട് ഇറക്കാൻ പറ്റുമായിരുന്നു. വർക്ക് കൂടുതലല്ലേ വർക്ക്, അതുകൊണ്ടാണ് അങ്ങനെ. നമുക്കൊരു വള്ളം നിർമ്മിക്കുന്നേക്കാളും പൈസ കൂടുതൽ ബോട്ടിനാകുമെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. എങ്ങനെ? ഒരു വള്ളമില്ലേ, ലൈലൻഡ് വള്ളം, അത് നിർമ്മിക്കുന്നേക്കാളും കൂടുതൽ പൈസ ബോട്ടിനാകുമെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അല്ല അത് വലയുടെ റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് വള്ളത്തിലേക്ക് വരുന്നത് വലയുടെ റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബോട്ടെന്ന് പറഞ്ഞാൽ ബോഡി വർക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. അതെ ശരി. ഈ വലയുടെ റേറ്റ് കൂടാതെ ബോഡിക്ക് ആണെങ്കിൽ ബോട്ടിനാണ് റേറ്റ് കൂടുതൽ. അതുപോലെ ഈ ഇരുമ്പിന്റെയും തിക്നെസ്സും എല്ലാം കൂടുതൽ വരുമ്പോൾ ഈ ഇഞ്ചിന്റെ കണക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടിനും വള്ളത്തിന് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അത് 2 രീതി എടുക്കുന്നുണ്ട്. നമുക്ക് വൈച്ചായി 495 എടുക്കുമ്പോഴത്തേന് കുഴപ്പമില്ല. അത് ബോട്ടിൽ എല്ലാവരും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വള്ളത്തിൽ എടുക്കുമ്പോഴത്തേന് ഷാങ്കായി ഏറ്റവും കൂടുതൽ ഇപ്പൊ എടുക്കുന്നത് ഷാങ്കായും ആണ് എടുക്കുന്നത്. പിന്നെ സ്പീഡ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമാണത്. വെച്ചാല് ഓരോ ശ്രാങ്കന്മാരുടെയും മുതലാളിമാരുടെയും അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ ഓരോ ഇത് എടുക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല അതെങ്ങനെ എടുക്കുമെന്ന്. അപ്പൊ ഈ ബോട്ടിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇഞ്ചിൻ എത്ര ഇഞ്ചിനാണ്? അല്ല, ഏത് ഇഞ്ചിനാണ്, ഏത് കമ്പനിയുടെ ആണ്? ഇതിപ്പോ ഷാങ്കായി 550 എന്ന് പറഞ്ഞ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നിലവിൽ ഇപ്പൊ എല്ലാ ബോട്ടുകാരും ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഇഞ്ചിൻ തന്നെയല്ലേ? ബോട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്, വള്ളക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പറയുമ്പോഴത്തേന് നമുക്ക് പിന്നെ ബോഡി വർക്ക് കാര്യങ്ങള്, പിന്നെ ഫുഡ് വർക്ക് കാര്യങ്ങള്, ഇന്റീരിയൽ വർക്ക് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഒരു മിസ്ത്രിയുണ്ട്, രാജീവ് എന്ന് പറയുന്ന കൃഷിക്കാരനാണ്. അത് കൊച്ചി മുനമ്പത്തുള്ള ആളാണ്. ഇതിപ്പോ എന്റെ സ്റ്റാഫിലാണ് എല്ലാരും. ഇതിപ്പോ ഇരുമ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്നത്തെ വലിയ കാര്യം വെച്ചാൽ എല്ലാം നല്ല. പിന്നെ വീഞ്ചി വർക്ക് കാര്യങ്ങൾ ഇതെല്ലാം കൊച്ചയത്ത് യാർഡാണ് പണിയുന്നത്. കൊച്ചയത്ത് യാർഡിൽ നിന്നാണ് നമ്മുടെ വീഞ്ചി വർക്കും ബോഡി വല്ല ഇറങ്ങുന്നത് തന്നെ കൊച്ചയത്ത് യാർഡിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ചാനലിനകത്ത് മനോജ് മേശ്ശേരിയുടെ രണ്ടാമത്തെ ഒരു സംരംഭമാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് കാണിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ ഓങ്കാരം വള്ളം ഒരുപാടുണ്ട്. അല്ല, നമ്മൾ ഈ ചാനൽ കാണിക്കുന്നത് ഒരുപാടുണ്ട്. ഞാൻ എങ്ങനെയല്ല 10-50 വർക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. ശരി ശരി. അപ്പൊ ഇനി അടുത്ത പുതിയ വർക്കുമായിട്ട് കാണാം. ശരി ഓക്കെ. എല്ലാവരും നമുക്ക് എന്തോ ഇഞ്ചങ്ങളിൽ ഇറങ്ങി ഇഞ്ചൻ പ്രവർത്തിക്കുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കാം. കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി കടലിലോട്ട് പോകുന്നത് കാണാം. കടലിലോട്ട് പോകാൻ വേണ്ടി അഴീക്ക പാലത്തിന്റെ അടിയിൽ കൂടെ കയറി അഴീക്ക പൊഴിമുഖം വഴി കടലിലോട്ട് ബോട്ട് കയറാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ കൊച്ചുവള്ളക്കാർ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. വേറൊരു ബോട്ട് പണിയും കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവർ പണി കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. നമ്മുടെ അഴീക്ക പാലം കാണാം, ബോട്ട് കാണാം. അങ്ങനെ അഴിമുഖം വഴി കടലിലോട്ട് കയറുകയാണ്. ഒരു ബോട്ട് തിരിച്ചു പോകുന്നതാണ് പണിയും കഴിഞ്ഞ്. ഒരു വള്ളം പണിയും കഴിഞ്ഞിട്ട് വരുന്നതാണ്. എല്ലാവരും നല്ല ആവേശത്തോടെ കടലിലോട്ട് കയറുന്ന കണ്ടു. കടലിൽ കയറി കഴിഞ്ഞാൽ ബോട്ടിന് കുറച്ച് സ്പീഡ് വെച്ച് ഓടിക്കാൻ പറ്റും. അത് മാത്രമല്ല, കടലിൽ ബോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തെള്ളി വെച്ചൊക്കെ ഓടിച്ചു നോക്കും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് പരിഹരിക്കണം. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് കരയ്ക്ക് കൊണ്ടുപോയിട്ട് അത് പരിഹരിക്കണം. ഇവർക്ക് 2 ദിവസത്തിനുള്ളിൽ കടലിൽ പണിക്ക് പോകാനുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് കടലിൽ കയറി കഴിഞ്ഞു. കടലിൽ കയറി നമ്മൾ ഒരുപാട് ആഴത്തോട്ടൊന്നും പോകത്തില്ല. കാര്യം കൊച്ചു പിള്ളേരും പെണ്ണുങ്ങളും എല്ലാം ബോട്ടിലുള്ള കാരണം അത് ഒരുപാട് ആഴത്തിലൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ കുറച്ച് കറങ്ങി തിരിച്ച് കരയ്ക്കോട്ട് പോവുകയാണ്. അതേ വഴി തന്നെ തിരിച്ച് നമ്മൾ കരയ്ക്കോട്ട് വരുന്നു. എന്തായാലും വീഡിയോ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പറയണ അഭിപ്രായം. പുതിയ ബോട്ട് നിർമ്മിച്ചെടുക്കുന്ന അത് വെള്ളത്തിലിറക്കി കടലിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തുവായാലും ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റൊരു വീഡിയോ എത്തുന്നിടം വരെ റോയൽ നാഥ് ചാനൽ നിങ്ങൾക്ക് ബൈ പറയുന്നു. ബൈ, ടാറ്റാ.